മുന്നാട് കേരള കലാക്ഷേത്രത്തിന്റെ രജത ജൂബിലി ആഘോഷം 25-ന് വൈകിട്ട് 6 മുതൽ മുന്നാട് EMS അക്ഷരഗ്രാമത്തിൽ പീപ്പിൾസ് കോളേജിലെ PR ഓഡിറ്റോറിയത്തിൽ നടക്കും. ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. 2001 ഉദുമ MLA ആയിരുന്ന P. രാഘവനാണ് കലാക്ഷേത്രം രൂപവൽക്കരിച്ചത്. ജില്ലയിലെ കലാകാരന്മാർക്ക് തുച്ഛമായ ഫീസിൽ കലാപഠനം നടത്താൻ ആവശ്യമായ സൗകര്യമൊരുക്കുകയായിരുന്നു ലക്ഷ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ അഫിലിയേഷനുള്ള കലാക്ഷേത്രത്തിൽ നൃത്തം, സംഗീതം, ഉപകരണ സംഗീതം, ചിത്രരചന തുടങ്ങിയവയിൽ പരിശീലനം നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കലാ പരിശീലന കേന്ദ്രമാണ് കേരള കലാക്ഷേത്രം. അതിൻ്റെ 25ാം വാർഷികം ഈ വരുന്ന 25-ാം തീയതി വൈകുന്നേരം 6 മണി മുതൽ മുന്നാട് പീപ്പിൾസ് കോളേജിലെ PR ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു എബ്രഹാമാണ്. 2001 അന്നത്തെ ഉദുമ MLA ശ്രീ P. രാഘവനാണ് ഈ കലാക്ഷേത്രം രൂപീകരിക്കുന്നത്. PVK പനയാൽ സെക്രട്ടറിയായും P. രാഘവൻ ചെയർമാനായും കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഇതിൻ്റെ പ്രിൻസിപ്പളുമായാണ് ഈ കലാപഠന കേന്ദ്രം ആരംഭം കുറിച്ചത്. കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ 2500ഓളം കുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി. ഇപ്പോഴും 200ഓളം കുട്ടികൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. നൃത്തം, സംഗീതം, ചിത്രരചന, ഉപകരണ സംഗീതം എന്നീ വിഷയങ്ങൾ അവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. 2000 EMS സ്മാരക ട്രസ്റ്റ് രൂപീകരിക്കുകയുണ്ടായി. അന്നത്തെ MLA ആയ P. രാഘവനാണ്. അപ്പോഴാണ് അവിടുത്തെ കുട്ടികൾക്ക്, 2 പഞ്ചായത്തിലെയും കുട്ടികൾക്ക്, നിർധനായ കുട്ടികൾക്ക് ചെറിയ ഫീസിൽ കലാപഠനം നടത്തണം, അവർക്ക് പ്രോത്സാഹനം നൽകണമെന്ന് അതിൻ്റെ ഭരണസമിതി ആലോചിച്ചത്. അങ്ങനെയാണ് 2001 ഈ കലാപഠന കേന്ദ്രം കേരള കലാക്ഷേത്രം എന്ന പേരിൽ ആരംഭിക്കുന്നത്. അന്ന് ചെറിയ ഫീസിലായിരുന്നു, കുട്ടികൾക്ക് ചെറിയ ഫീസ് മാത്രം വാങ്ങാൻ പാടുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു. ഫീസ് കൊടുത്ത്, വലിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയാത്തവരെല്ലാം പഠിപ്പിക്കണമെന്നും ചില ആളുകളെ സൗജന്യമായി പഠിപ്പിക്കണമെന്നും അതിൻ്റെ ഭരണസമിതി തീരുമാനം. ഇവിടെ ഈ പറയുന്ന 3 വിഷയങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം തമിഴ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഭരതനാട്യത്തിൽ ഡിപ്ലോമ കോഴ്സ് കൂടി ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. M. അനന്തൻ, അഡ്വക്കേറ്റ് P. രാഘവൻ, ഡോക്ടർ KR. അജിത് കുമാർ, കരുണാകരൻ വിസ്മയ, സുധാകരൻ ചേരിപ്പാടി, നാഗേഷ് പറയമ്പള്ളം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.